ഹായ് ഹലോ നമസ്കാരം. ആങ്കർ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആങ്കർ വ്ളോഗായിട്ട് നിൽക്കുന്നത് ഇന്റർവ്യൂ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം അക്ബറക്കാണ് കേട്ടോ. പൂജയുടെ എല്ലാമായിട്ടുള്ള അക്ബറക്ക പൂജ എന്താ പറയുക ഗ്രൂപ്പിന്റെ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് SS പൂജ കൺവെൻഷൻ സെന്ററിലാണ്, ആറ്റിങ്ങിലാണ്. ഇന്ന് എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? ഇന്ന് നമ്മുടെ ഒരു വളയിടൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. വളയിടല? അതെ, ചേട്ടന്റെ മകന്റെ ഒരു വളയിടൽ ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിന് എല്ലാവരെയും നമ്മൾ വിളിച്ച് ഇക്ബാലിക്കാടെ മോന്റെ ക്ഷണിതാക്കളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിലാണ് നമ്മളത് സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. പോലീസുകാർക്ക് എന്താ വീട്ടുകാരി? എനിക്ക് എന്റെ ഫ്രണ്ടാണ് അനീഷ് ഖാൻ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അല്ല, ഞാൻ പറയാം ഇവിടെ വി ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം തുടങ്ങാൻ പോകണം അല്ലേ. ഇന്നത്തെ ഫുഡ് ഒരുക്കിയിരിക്കുന്നത്, ഈവൻസ് ഒരുക്കിയിരിക്കുന്നത്, ഇവിടുത്തെ സ്നാക്സ് ഉൾപ്പെടെ ഒരുക്കിയിരിക്കുന്നത് വി ഹെൽപ്പാണ്. അത് മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ് വരാൻ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് ഇവിടെ? ഒരുപാട് വിഷയങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും അനീഷ് ഖാൻ അറിയാം. ഞാൻ പോയാൽ ഇളക്കിക്കൊണ്ടോ? അതെ, വൃത്തിയായിട്ട് നമുക്ക് അങ്ങോട്ട് പാചകപ്പുരയിലേക്ക്. ഓക്കെ അമീർക്ക, കാര്യം വി ഹെൽപ്പ് എന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന കുറെ വിഭവങ്ങളുണ്ട്. ഇവിടെ എല്ലാം അറിഞ്ഞിട്ടിരിക്കും. ഇതെന്താണ്? വെജിറ്റേറിയൻ ആണ് ഇവിടെ. നാളത്തെ കല്യാണത്തിന്റെ ഇന്നത്തേത് വേറെ, ഇന്ന് വേറെ. ഇത് കല്യാണത്തിൻ്റെതാണ്. നമ്മുടെ SS പൂജ കൺവെൻഷൻ സെന്ററിലാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, നമ്മുടെ ഡിഷസ് എന്താണെന്ന് അറിയാം. അപ്പൊ ഇത് എല്ലാം എനിക്ക് തോന്നുന്നു എല്ലാം മീറ്റാണ്. എല്ലാ ഐറ്റവും ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇത് തന്നെ പറയാം, ഇത് തന്നെ ആദ്യം കാണിക്കും. ഇതെന്താ? ബീഫ് ഒലത്തിയത്. ചേട്ടാ, ബീഫ് ഒലത്തിയത് കണ്ട, അത് ഉഗ്രനായിട്ട് കിടക്കണം കേട്ടോ. അത് ആ കളർ അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അത് കിടലുമായിരിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് മട്ടൺ അല്ല, മട്ടൻ കറിയാണ്. മട്ടൻ കറി ആണോ? അടിപൊളി. ഇത് മട്ടൻ കറി തന്നെ. എത്ര പേർക്കുള്ള ഇത്? 2000 പേര്. അതായത് ഒരു വളയിടലിന് 2000 പേർക്ക്. കല്യാണത്തിനെക്കാട്ടും ആൾക്കാർ വരാൻ പോവാണ്. അതെ. ഇത് ചിക്കൻ കറി അല്ലേ? ചിക്കൻ കറി. ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി മാറ്റുമ്പം ഈ കളർ കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം ടേസ്റ്റ് ആണെന്നുള്ളത്. കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവില്ലേ? എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്ത ഇത് ചിക്കൻ തേങ്ങ വറുത്ത ചിക്കൻ, തേങ്ങ വറുത്തരച്ചതല്ലേ? ഇതിനകത്തെല്ലാം മട്ടൻ ബിരിയാണി. മട്ടന്റെ ഒരു കളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ കല്യാണ ചെറുക്കന്റെ പേരെന്തുവാ? മൻസൂറിനെ ഇക്ബാലിക്കാടെ മോൻ. അവൻ നല്ല സുഹൃത്താണ് എന്റെ. അപ്പൊ മൻസൂറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ അല്ലേ? പെൺകുട്ടിയുടെ പേരെന്താ? പെൺകുട്ടിയുടെ പേര് എനിക്ക് അറിയത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും നമുക്ക് ചോദിച്ചറിയാം. ഇതിനകത്തല്ല, ഈ ദമ്മിനകത്തുള്ള എല്ലാം മട്ടൻ ബിരിയാണിയാണ്. അപ്പൊ ഞാനിപ്പോ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ ബീഫ് ഒലത്തിയതും മട്ടൻ കറിയും ചിക്കൻ തേങ്ങ അരച്ച് ഇത് മൂന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു 2 പൊറോട്ട ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനകത്തെല്ലാം ഐറ്റങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. മട്ടൻ ബിരിയാണി ഉണ്ട്, മട്ടൻ കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, ബീഫ് ഒലത്തിയതുണ്ട്, പിന്നെന്താ ഉള്ളത്? ബീഫ് റോസ്റ്റ് ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ചീനി ഉണ്ട്, തട്ടുകട ഉണ്ട് അപ്പുറത്ത്. പിന്നെന്താ ഉള്ളത്? ഇതിനകത്ത് ചീനിയുണ്ട്, മീൻകറി ഉണ്ട്, പിന്നെ മസാല ദോശയുണ്ട്, അരി ഉറട്ടിയുണ്ട്. അപ്പം വെജിറ്റേറിയൻ ഉണ്ട്, എല്ലാം ഉണ്ട്. 2000 പേർക്കുള്ള ഫുഡ് ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. വി ഹെൽപ്പ് റെഡി ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്നത് അതുകൂടെ ഞാൻ കാണിച്ചു തരാം. വി ഹെൽപ്പ് എങ്ങനെയാണ് നിങ്ങൾക്കാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ കുറച്ചേ എടുത്തോളൂ. 2 പൊറോട്ട, ചിക്കൻ കറി അല്ലേ? ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് ഒലത്തിയത്, ചിക്കൻ റോസ്റ്റ്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. എൻ്റെ ഫേവററ്റ് മട്ടനാണ് കേട്ടോ. ഞാൻ ചിക്കനും മട്ടനും എല്ലാവരും വെച്ചിട്ടേ. മട്ടനൊക്കെ പൂ പോലെ വെന്തിരിക്കുന്നില്ലയോ? ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്താ പൊന്നളിയന്മാരെ, കീടിലാണ് ടേസ്റ്റ് കേട്ടോ. കീടിലാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളെ കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക്. പുള്ളി ഉണ്ടാക്കിയതാ, പുള്ളിയുടെ നേതൃത്വത്തിൽ വന്ന. അപ്പോൾ പുള്ളിയുടെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇനി അടുത്തത് സൂപ്പർ. മട്ടൻ ഒരു രക്ഷയില്ല കേട്ടോ. അതാ കാണിച്ചു തരാം. ഉണ്ടോ മട്ടൻ വെന്താണ്ടേ? ഒന്നുമില്ല. ഞാൻ ഒരു പീസോടെ മട്ടൻ കഴിച്ചിട്ട് ബാക്കി ബീഫ് എടുത്ത് നോക്കട്ടെ. നല്ല വിശന്ന് വന്നേ കേട്ടോ. കിഡിലാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് തനി എന്താ പറയുക, നാടൻ സ്റ്റൈൽ തന്നെ കേട്ടോ. പിന്നെ ഞാൻ ബീഫോടെ നോക്കട്ടെ. ബീഫ് ഒലത്തി എന്ന് പറഞ്ഞതാ. ചിലയിടത്തൊന്നും ബീഫ് വേവാറില്ല.
ഇതെന്ന് പറയുന്നത് ഇതിനകത്തിങ്ങനെ മുക്കി കഴിച്ചു നോക്കട്ടെ. ഇതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലേ? ആ ബീഫ് ഉലത്തി എന്ന് പറഞ്ഞാൽ തേങ്ങാ കൊത്തെല്ലാം ഇട്ടാണ് എൻ്റെ വരുന്നത്. ഇതാ തേങ്ങാക്കൊത്തുണ്ട്. അങ്ങനെയാണ് എൻ്റെ വരുത്ത്. ചിക്കൻ കുറച്ചും കൂടെ എണ്ണ എഫക്റ്റ് കൂടും, ടേസ്റ്റ് വരും. നമ്മളെ കൊപ്ര ചെയ്യുന്നില്ലേ, അതാണ് കാണാൻ എൻ്റെ ഇത്. ഇതെന്താണ്? ഇത് ചിക്കൻ റോസ്റ്റ്. ചിക്കൻ റോസ്റ്റ്. ആ ഞാൻ അതോടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതാ ജ്യൂസിയാണ് കേട്ടോ, ഭയങ്കര ജ്യൂസിയാണ്. അനുചേട്ടൻ നിർഭാഗം വെച്ചാൽ അനുചേട്ടൻ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും കഴിക്കാൻ പറ്റില്ല, വെജിറ്റേറിയൻ ആണ്. ആടാ. അപ്പോൾ നമ്മുടെ വി ഹെൽപ്പിന് എന്തൊക്കെയാണ് ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് ഈവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണോ? ഞങ്ങൾ വർക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട്, നല്ല കണക്ക്, ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് വർക്ക് അത് കണക്ക് കിട്ടുന്നുണ്ട്. ആ ഞാൻ ഈ ചിക്കനെ കൂടെ കഴിച്ചു നോക്കട്ടെ. കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയും കൂടെ. ഇതിൻ്റെ മെയിൻ ആള് നമ്മളെ അക്ബർ സാറാണ് എല്ലാം നിയന്ത്രണം കൊണ്ടുപോയി ഇതാക്കുന്നത്. ഞങ്ങളെല്ലാം പുള്ളിയുടെ മെയിൻ ഇതാണ്. അക്ബർക്കാണ് എല്ലാം മെയിൻ ഫുൾ ഇതാണ് അക്ബർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചില ആൾക്കാർ വിചാരിക്കും ഈ ബ്ലോഗർമാരെല്ലാം പോയി എല്ലായിടത്തും പോയി കഴിച്ചുകൊണ്ട് നടക്കാൻ വിചാരിക്കും. പക്ഷേ ഞാനിവിടെ ഫംഗ്ഷനായിട്ട് വന്നതാണ്. അപ്പോഴാണ് അക്ബർക്ക് പറഞ്ഞത് ഇനി കുറച്ച് വിഷ്വൽ ഇതിൻ്റെ ചാനലിലേക്ക് ഇടാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാതെ ഞാൻ പറയുന്നത് ശരിയല്ല. അപ്പോൾ എനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് MOTയിൽ, മാള ട്രാങ്കൂറിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റേജിൻ്റെ വിശേഷങ്ങളുണ്ട്. നിങ്ങൾക്ക് വി ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പം ഇന്നത്തെ എന്തൊക്കെ ഡിഷസ് ഉണ്ട്, എത്ര തരം ഡിഷ് ഉണ്ടെന്ന് പറയാമോ? ഇന്ന് ബീഫ് റോസ്റ്റ് ഉണ്ട്, ചിക്കൻ കറിയുണ്ട്, ചിക്കൻ തേങ്ങ അരച്ച കറിയുണ്ട്, മട്ടൻ കറിയുണ്ട്, പിന്നെ മീൻ കറിയുണ്ട്, പിന്നെ ചീനിയുണ്ട്, അരിയുറട്ടിയുണ്ട്, പൊറോട്ടയുണ്ട്, അപ്പമുണ്ട്, പിന്നെ ജ്യൂസ് വെറൈറ്റികളുണ്ട്, പിന്നെ ചായ, കടി, വാഴക്കാപ്പം, ബജ്ജി, സ്നാക്സ് എല്ലാ ഐറ്റവും ഉണ്ട്. ഫുള്ളാണ് നമ്മൾ ചെയ്യുന്നത്. 2000 പേർക്കുള്ള ഫുഡാണ്. 2000 പേർക്കുള്ള. എന്തായാലും നമ്മളെ സ്റ്റേജിൻ്റെ വിശേഷമുണ്ട്, അതുകൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗാണ്. നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലേക്ക് ഇനി കല്യാണമാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും വി ഹെൽപ്പിൻ്റെ ആവശ്യം നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ സൈനിങ് ഓഫ്, അനീഷ് ഖാൻ.